എല്ലാവർക്കും മല്ലുവുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാച്ച്മാറ്റ്സ് എന്ന സ്വന്തം പുണ്യാളൻ, ആട് 3 എന്നീ സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ബാച്ച്മാറ്റ്സ് എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ബാച്ച്മാറ്റ്സ് ഒരു കോളേജ് ലൈഫ് അടിസ്ഥാനമാക്കിയുള്ള ഒരു വെബ് സീരീസ് ആണ്. ഇതൊരു 4 എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന്റെ ജീവിതമാണ് പറഞ്ഞു പോകുന്നത്. ഫ്രണ്ട്ഷിപ്പ്, ഫസ്റ്റ് ലവ്, കൂടാതെ കോളേജ് ലൈഫിന്റെ ഫണ്ണും സ്ട്രഗിൾസും എന്നിവയും പറയുന്നു. സിന്ധു റെഡ്ഡി, ഷവന്തി ആനന്ദ്, അനശ്വര രാജൻ, ചാന്ദിപ്രിയ, ബിന്ദു മാധവി, ആന്റണി കാർത്തിക്, നിസാർ എന്നിവരാണ് ഈ ഒരു സീരീസിൽ അഭിനയിച്ചിരിക്കുന്നത്. ശ്രീ ഹർഷ സെട്ടി സംവിധാനം ചെയ്ത ഈ ഒരു സീരീസിന്റെ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ബാച്ച്മാറ്റ്സിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ഏപ്രിൽ 30 ജിയോ ഹോട്ട്സ്റ്റാറിൽ ബാച്ച്മാറ്റിന്റെ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് രാക്ഷസ എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു തെലുങ്ക് സിനിമയാണ്. ഈ ഒരു സിനിമയുടെ ഡബ് മലയാളത്തിൽ പ്രതീക്ഷിക്കാം. ഇതൊരു ഹൊറർ ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സംഗീത് ശോഭനാണ് ഈ ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രമായി എത്തിയിരിക്കുന്നത്. ഒരു ദുരൂഹമായ സംഭവത്തെ ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഒരു സ്ഥലത്ത് നടക്കുന്ന അത്ഭുതകരവും ഭീതിജനകവുമായ സംഭവങ്ങൾ അന്വേഷിക്കുന്ന നായകന്റെ കഥയാണ് പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതൊരു ഹൊറർ സിനിമ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമയുടെ OTT റിലീസ് അടുത്ത് തന്നെ ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ഗ്ലോറി എന്ന വെബ് സീരീസിനെ പറ്റിയാണ്. ഈ ഒരു സീരീസിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഗ്ലോറി ഒരു കൊറിയൻ ഡ്രാമയാണ്. റിവെഞ്ച് ഡ്രാമ ത്രില്ലറാണ് ഈ ഒരു സീരീസ്. ഇപ്പോഴിതാ ഈ ഒരു സീരീസ് നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ മാസം അവസാനം തന്നെ ഈ ഒരു സീരീസിന് OTT റിലീസ് ഉണ്ടാവും. ഗ്ലോറി ഒരു റിവെഞ്ച് ഡ്രാമ സീരീസ് ആണ്. സ്കൂൾ സമയത്ത് ക്രൂരമായ ബുള്ളിങ് അനുഭവിച്ച ഒരു പെൺകുട്ടിയുടെ കഥയാണ് പറഞ്ഞു പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ആട് 3 എന്ന സിനിമയെ പറ്റിയാണ്. ആട് 3 മലയാള കോമഡി ആക്ഷൻ സിനിമയാണ്. ഇപ്പോഴിതാ C5 ആണ് ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് 1 C5ൽ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. ജയസൂര്യ, വിജയ് ബാബു, സൈജു കുറുപ്പ്, ധർമ്മജൻ ബോൾക്കണ്ടി, വിനായകൻ, ഇന്ദ്രൻസ് എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ഈ ഒരു സിനിമ ഒരു ഫേമസ് ആയ ഷാജി പാപ്പന്റെയും ഗാങ്ങിനെയും തുടർച്ചയായ കഥയാണ് പറഞ്ഞു പോകുന്നത്. C5ൽ മെയ് 1 ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് മാരിവില്ലൻ ഗോപുരങ്ങൾ എന്ന സിനിമയെ പറ്റിയാണ്. മാരിവില്ലൻ ഗോപുരങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്നത് അരുൺ ബോസ് ആണ്. അരുൺ ബോസ് സംവിധാനം ചെയ്ത ഈ ഒരു സിനിമയിൽ ഇന്ദ്രജിത് സുകുമാരൻ, ശ്രുതി രാമചന്ദ്രൻ, ഷാർജാനോ കാലി, വിൻസി അലോഷ്യ എന്നിവരും അഭിനയിച്ചിട്ടുണ്ട്. ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. ഏപ്രിൽ അവസാനം അല്ലെങ്കിൽ മെയ് ആദ്യ വാരം ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ്സ് ഇറ്റ് ബേബി എന്ന സിനിമയെ പറ്റിയാണ്. മലയാള സിനിമയായ ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത ഈ ഒരു സിനിമയിൽ ഉണ്ണി മുകുന്ദൻ, നിഖില വിമൽ, ചെമ്പൻ വിനോദ് ജോസ് എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമ ഇപ്പോഴിതാ മനോരമ മാക്സിൽ ഈ മാസം അവസാനം അല്ലെങ്കിൽ മെയ് മാസം ആദ്യ വാരം തന്നെ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ട് 2 വർഷം കഴിഞ്ഞു. എന്നിട്ടും ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യുന്നില്ല. രതീഷ് രംഗുനാഥൻ സംവിധാനം ചെയ്ത ഈ ഒരു സിനിമയിൽ ദിലീപ്, ഷൈൻ ടോം ചാക്കോ, സുദേവ് നായർ, സിദ്ദിഖ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിരിക്കുന്നത്. 1980കളിൽ കേരളത്തിൽ നടന്ന ഇടുക്കി ജില്ലയിലെ തങ്കമണി ഗ്രാമത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് കഥ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ തങ്കമണിയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് സൈനാപ്ലേ ആണ്. സൈനാപ്ലേയിൽ ഈ ഒരു സിനിമയുടെ OTT മെയ് ആദ്യ വാരം തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.